സ്പോയിലർ അലേർട്ട്. ഡെഡ്പൂൾ ആൻഡ് ദി വൂൾവറിൻ മൂവി കണ്ടവർ മാത്രം കാണുക, അല്ലാത്തവർ വേണമെങ്കിൽ കാണാം. അപ്പോൾ ഈ മൂവിയുടെ കണ്ടിട്ട് മനസ്സിലാത്തവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ എന്നാൽ തുടങ്ങാം അല്ലേ? ഞങ്ങളങ്ങനെ സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. വേറെ ഒരു പരമല്ല, ഡെഡ്പൂൾ ആൻഡ് ദി വൂൾവറിൻ. മാർവലിൽ തന്നെ ഇപ്പം രക്ഷിക്കാൻ ചാൻസ് ഉള്ള ഈ ഒരു പടമാണ്. ഇതിനു മുമ്പ് പറഞ്ഞ ഒരു ഷീയൾക്കെന്നും പറഞ്ഞൊരു അപരാധ സീരീസ് വന്നിട്ടുണ്ട്, അത് ഭയങ്കര വേസ്റ്റായിരുന്നു. ഇത് ജയിക്കും, മാർവലിൻ്റെ ജീസസ് ആവും എന്തായാലും. ഡെഡ്പൂൾ ഇസ് ദ മാർവൽ ജീസസ് ആയിരിക്കും. നമുക്ക് സിനിമ കാണാൻ പോകാൻ നേരെ വീഡിയോ Okay, Peanut. Guess we're getting that team up after all. With me. Who's asking? Look at this little Harry Lou Retton. The dragon? Ooh, you have anchor being written all over you. I'm Marvel Jesus, you dumb creature, and I will not. Say what? Avengers Assemble! Sorry, what? Told you there are a lot of Deadpools over there. Go on, Johnny. And I'll tell you who her is. Cassandra Nova, a megalomaniacal psychotic asshole. A finger-licking dead inside pixie slap a third-rate dime store. ഡെഡ്പൂൾ ആൻഡ് ദി വൂൾവറിൻ ഞാൻ സിനിമ കണ്ട് കഴിഞ്ഞ് വന്നിരിക്കുന്നു. ഡെഡ്പൂൾ ഫാനായാലും വൂൾവറിൻ ഫാനായാലും അതൊന്നുമല്ല, നമ്മുടെ മാർവൽ ഫാൻസിന് എന്തായാലും ഇഷ്ടപ്പെടുന്ന പടമാണ് ഡെഡ്പൂൾ ആൻഡ് ദി വൂൾവറിൻ. അതുമാത്രമല്ല, നമ്മുടെ ബാക്കിയുള്ള എക്സ്മാൻ സിനിമകൾക്കെല്ലാം ഒരു ട്രിബ്യൂട്ട് തന്നെയാണ് ഈ പടം. അതുപോലെ കൊണ്ടുപോയിട്ടുണ്ട്. 3D കൂടെ കണ്ട് ഇഷ്ടപ്പെട്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരുപാട് സീനുകൾ പടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട ആ ടൈറ്റിൽ ഒരു നേരെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പോലും പറ്റിയില്ല. അതുകൊണ്ട് നേരെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില സീനുകൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ചില കാര്യങ്ങൾ നമ്മൾ ട്രെയിലറിൽ ഡീകോഡ് ചെയ്തതുമാണ്. എന്നാൽ അതിനപ്പുറം കുറേ കാര്യങ്ങളും ഉണ്ട് അതിനകത്ത്. അപ്പോൾ സിനിമയുടെ കഥ ഇതാണ്. ഡെഡ്പൂൾ 2 അവസാനിച്ചതിന് ശേഷം നമ്മുടെ വേഡ് വിൽസൺ, നമ്മുടെ ഡെഡ്പൂൾ, ഇപ്പോൾ ഡെഡ്പൂൾ പരിപാടിയെല്ലാം നിർത്തി. അത് പറയുമ്പോൾ മേഴ്സിനറി ആയിട്ട് എല്ലാവരും കൊല്ലുന്നതെല്ലാം നിർത്തിയിട്ട് ഒരു നോർമൽ ലൈഫ് ജീവിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ തൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ടുള്ളൊരു ബ്രേക്കപ്പൊക്കെ ഉണ്ടാവും. അതിനുശേഷം ഇയാളാണെങ്കിൽ ഈ കാറ് വിൽക്കുന്ന പണിയാണ്. ഒരു സിമ്പിൾ ലൈഫ് ഇങ്ങനെ ജീവിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക എല്ലാവരെയും രക്ഷിച്ചതിന് ശേഷം. അതിനുശേഷം നമ്മുടെ TV ഏജൻസൊക്കെ വന്നിട്ട് തൻ്റെ ബർത്ത്ഡേയുടെ അന്ന് വന്നിട്ട് വേഡ് വിൽസിനെ പിടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് പാരഡോക്സിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തും. അപ്പോൾ പാരഡോക്സ് പറയും, നിൻ്റെ ഭൂമി തനിയെ നശിച്ചുകൊണ്ടിരിക്കുക, കാരണം നിൻ്റെ ടൈം ലൈനിൽ ഹാങ്കർ ബീനായിട്ടുള്ള വൂൾവറിൻ മരിച്ച സ്ഥിതിക്ക് നിൻ്റെ യൂണിവേഴ്സ് പതിയെ നശിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിന്നെ ഇവിടുന്ന് ഇപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ നിൽക്കുന്ന യൂണിവേഴ്സ് എന്ന് പറയുമ്പം 008 ആണ് എർത്ത്. അപ്പം എർത്ത് 638 നമ്മുടെ ഡെഡ്പൂളിനെ കൊണ്ടാക്കാനാണ്. കാരണം അവിടെയാണ് നമ്മുടെ അവഞ്ചേഴ്സ് മാർവലിനകത്തുള്ള പകുതിയും ക്യാരക്ടേഴ്സ്, നമ്മുടെ അയൺമാൻ, ഹൾക്ക് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ കൊണ്ട് അവിടെ കൊണ്ടാക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ഭൂമി നമ്മുടെ ഡെഡ്പൂളിൻ്റെ ടൈമിൽ നശിക്കുന്നതുകൊണ്ട് താൻ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെഡ്പൂൾ പാരഡോക്സിനെ അടിച്ച് ഒരു ടൈം ട്രാക്കർ ഉപയോഗിച്ചിട്ട് വേറെ യൂണിവേഴ്സിൽ ചെന്നിട്ട് ഡെഡ്പൂളുകാരല്ല ഏതെങ്കിലും ഡെഡ്പൂളിനുണ്ടെങ്കിൽ തൻ്റെ യൂണിവേഴ്സിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഒരുപാട് വൂൾവറിൻ വേരിയൻസ് നമ്മളത് കാണിക്കും. അതിലിടയിൽ ഒരു വൂൾവറിന് കിട്ടും. ഇയാളെ പിടിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ പാരഡോക്സിന് മുമ്പിൽ കൊണ്ട് നിർത്തുമ്പോഴാണ് പാരഡോക്സ് പറയുന്നത്, എനിക്ക് വേറെ ആരും കിട്ടില്ല, ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഡെഡ്പൂളാണ്, ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള വൂൾവറിൻ വേർഷനാണിത്. കാരണം ഇവൻ കാരണമാണ് ഇവൻ്റെ ടൈമിൽ നശിക്കാൻ കാരണമായി. അപ്പോൾ ഇത് കാരണം ദേഷ്യം നമ്മുടെ പാരഡോക്സ് ആണ് ഇവർ രണ്ടുപേരെയും നോയിഡിൽ കൊണ്ടാക്കും. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ലോക്കി സീസണിനകത്ത് കണ്ടിട്ടുണ്ട്, നമ്മൾ കണ്ടവർക്കറിയാം. അപ്പം
അവിടെ ആക്കുമ്പം ഡെഡ്പൂൾ ആണല്ലോ, വാ തുറന്ന് എന്തെങ്കിലുമൊക്കെ പറയും. വൂൾവറിൻ അത് പിടിക്കത്തില്ല. അങ്ങനെ അമ്മ ഒരു ഫൈറ്റ് ആവും. അതിനുശേഷമാണ് അവിടെ കസാൻഡ്ര നോവ എന്ന് പറഞ്ഞൊരു ആളുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റൊരു യൂണിവേഴ്സ് പ്രൊഫസർ എക്സിൻ്റെ ട്വിൻ സിസ്റ്ററാണ്. അവരാണ് അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ഭരിക്കുന്ന ഒരു ഗ്യാങ്സ്റ്റർ പോലെ. എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് മ്യൂട്ടൻസ് ഉണ്ട്, അവരെ കൺട്രോൾ എടുത്താണ്. അപ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെട്ട് നമ്മുടെ വൂൾവറിനും നമ്മുടെ ഡെഡ്പൂളിനും ആണെങ്കിൽ അവിടുന്ന് നൈസ് പുള്ളിനെയും ഡോഗ് പുള്ളിനെയും കാണും. അപ്പോൾ നൈസ് പുള്ളാണെങ്കിൽ ഒരു കാർ കൊടുക്കും. ഇവർ ആ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഡെഡ്പൂൾ സംസാരിച്ച് അപ്പോൾ സത്യം മനസ്സിലാക്കും. എന്ന് പറയുമ്പോൾ വൂൾവറിന് സത്യം മനസ്സിലാകും. തൻ്റെ ലോകം രക്ഷിക്കാനല്ല, എന്ന് പറയുമ്പോൾ അവൻ്റെ ലോകം രക്ഷിക്കാനാണ്. കാരണം അവൻ്റെ ലോകത്ത് ഈ വൂൾവറിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡെഡ്പൂളിൻ്റെ ടൈം ലൈൻ രക്ഷിക്കാമല്ലോ. അതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകാൻ നിൽക്കുകയെന്ന് മനസ്സിലാകുമ്പം വൂൾവറിനാണെങ്കിൽ ഇച്ചിരി അവനെക്കുറിച്ച് മോശമായിട്ട് കലിപ്പിലങ്ങ് പറയും. ഈ ദേഷ്യം വന്ന് അവൻ ഡെഡ്പൂളിനും ദേഷ്യം വന്നിട്ട് അവനോട് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ആ കാറിനകത്തുള്ള ഫൈറ്റാണ് പിന്നെ കാണിക്കുന്നത്. അതുകൊണ്ട് ഇവർ ഫൈറ്റ് നല്ല തളർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ ലോറ എന്ന് പറഞ്ഞ ക്യാരക്ടർ X-23, നിങ്ങൾ ലോഗൻ സിനിമ കണ്ടവർക്കും അറിയായിരിക്കും. അപ്പം അവളൊന്ന് കൊണ്ടുവന്ന് ഒരു കേവിൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ബ്ലേഡ്, എലക്ട്ര എന്നൊരു ക്യാരക്ടർ, ആ ക്യാരക്ടറിൻ്റെ പേര് മറന്ന്, ഇവരെല്ലാവരും കാണാൻ സാധിക്കും. പിന്നെ ഇവരെല്ലാവരും പ്ലാൻ ചെയ്ത് അങ്ങോട്ട് ചെല്ലാനും പോവും കസാൻഡ്ര നോവയുടെ അടുത്തോട്ട്. അവിടെ ചെന്ന് അവളെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത് തടയാനാണ്. ഇനി പിന്നെ അവർക്ക് തിരിച്ചു പോകാൻ സാധിക്കുമല്ലോ. അവിടെ നിന്നിട്ട് ജഗർനെറ്റിൻ്റെ തലയിൽ ഹെൽമെറ്റ് എടുത്ത് നമ്മുടെ കസാൻഡ്ര നോവയുടെ തലയിൽ വെക്കുമ്പം അവൾക്ക് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. ഇങ്ങനെ നിൽക്കുമ്പം അവൾ പറയും നിങ്ങളെ തിരിച്ചു കൊണ്ടാക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും, ഈ ഹെൽമെറ്റ് ഊരിയാലേ പറ്റത്തുള്ളൂ എന്ന് പറയും. ഒരു വഴിയില്ലാതെ അവർ ഹെൽമെറ്റ് ഊരും. ഇപ്പോൾ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ വൂൾവറിൻ പറയുന്നത് എൻ്റെ പ്രൊഫസർ എക്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലൊന്നും ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ സെൻറ്റിയായിട്ട് സംസാരിക്കും. അപ്പോൾ ഇത് കാരണം നമ്മുടെ കസാൻഡ്ര സ്ലിംഗ് റിങ് ഡോക്ടർ സ്ട്രേഞ്ച് ചെയ്തിരിക്കുന്നത് അത് വെച്ചിട്ട് പോർട്ടൽ ഓപ്പൺ ചെയ്ത് ഇവർ രണ്ടുപേരെയും മറ്റൊരു ടൈം ലൈനിലേക്ക് അയക്കും പഴയ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പാരഡോക്സ് പറയും, പാരഡോക്സിനും കാണും. അപ്പം പാരഡോക്സ് ആണെങ്കിൽ വേറൊരാൾ ഇവിടെ നമ്മുടെ കസാൻഡ്ര നോവയെ കൊല്ലാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. കൈറോ എന്നാണ് പേര്. അപ്പോൾ ആ ക്യാരക്ടർ കൊല്ലാൻ അയച്ചപ്പോൾ ഒരു ബുള്ളറ്റാ കൊണ്ടായിരുന്നു നമ്മുടെ കസാൻഡ്ര നോവയ്ക്ക്. അതുകൊണ്ട് ദേഷ്യത്തിൽ നമ്മുടെ കസാൻഡ്ര നോവ ഈ പാരഡോക്സിനെ പിടിച്ച് കൊണ്ടുപോകും. എന്നിട്ട് മൊത്തം ടൈം ലൈൻ നശിപ്പിക്കാം. നമ്മുടെ പാരഡോക്സിനെ നമ്മുടെ കസാൻഡ്ര നോവ പിടിക്കും. എന്നിട്ട് ടൈം റിപ്പർ എന്ന് പറഞ്ഞൊരു മെഷീനുണ്ട്. പകുതി TVയെയും അറിയാതെ നമ്മുടെ ഈ പാരഡോക്സ് നിർമ്മിച്ച് വെച്ചാണ്. ഇത് കാരണം മൊത്തം യൂണിവേഴ്സ് നശിപ്പിക്കുക. പിന്നെ നമ്മുടെ ഡെഡ്പൂളിൻ്റെ യൂണിവേഴ്സ് അങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി നിന്നത് മേഴ്സി കില്ലിങ് മെഷീനാണത്. പക്ഷേ ഡെഡ്പൂൾ അറിയാതെ അത് വെച്ചിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഡെഡ്പൂളും വൂൾവറും പിന്നെ ഡെഡ്പൂൾ കോപ്സ് എല്ലാം കൂടെ ഒരു ഫൈറ്റൊക്കെ ആവും അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ നമ്മുടെ പീറ്റർ പുള്ള് വന്നിട്ട് രക്ഷിക്കും. പീറ്ററാണ് ഡെഡ്പൂളിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നിട്ട് എല്ലാവരെയും ഒന്ന് റിഫ്ലക്റ്റ് ചെയ്ത് മാറ്റും. അതിന് ശേഷം നമ്മുടെ ഇവരവിടെ ചെല്ലുമ്പോഴാണ് പാരഡോക്സ് ഈ കാര്യം പറയുന്നത്, ഈ ടൈം റിപ്പർ എന്നൊരു മെഷീനുണ്ട്, ഇതിലൂടെ യൂണിവേഴ്സ് നശിപ്പിക്കാൻ പറ്റുമെന്നത്. അപ്പം നമ്മുടെ കസാൻഡ്ര നോവ ആ മെഷീനകത്ത് കയറി അത് യൂണിവേഴ്സ് നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പതിയായിക്കൊണ്ടിരിക്കുക. ഇത് തടയണമെങ്കിൽ ഒരു കണ്ടക്ടറായിട്ട് നിന്നിട്ട് ഒരു താഴെ വയറുണ്ട്. ഈ രണ്ടെണ്ണം ഒന്നായി ഒരാൾ സാക്രിഫൈസ് ചെയ്യണം, എന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടി നമ്മുടെ വൂൾവറിൻ ചെല്ലാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഡെഡ്പൂൾ പറയുന്നത് നീ ബെസ്റ്റാന്ന് പറയും. എന്ന് പറയുമ്പോൾ വേസ്റ്റായ ഒരു ക്യാരക്ടർ ബെസ്റ്റായിട്ട് വരുന്നൊരു അവസരമാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഡെഡ്പൂൾ അവനെ പുറത്താക്കിയിട്ട് വൂൾവറിൻ ഡെഡ്പൂളിനെ പുറത്താക്കിയിട്ട് ഡെഡ്പൂൾ കയറി ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പം വൂൾവറിനും കൂടെ ചേരും. അങ്ങനെ ഇവർ ആ ഒരു ടൈമിനെ രക്ഷിക്കും. അപ്പോൾ എല്ലാവരും വിചാരിച്ച് കാണും ഈ ഡെഡ്പൂളും വൂൾവറിനും മരിച്ചു കാണുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും മരിച്ചിട്ടില്ല. ഇവർക്ക് ഹീലിംഗ് പാക്റ്റ് വന്നതാരും രണ്ട് ഒരുമിച്ചാണ് പവർ സപ്ലൈ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തത്. അതുകൊണ്ട് ഇവർ മരിച്ചു കാണത്തില്ല. എന്നിട്ട് നമ്മുടെ വൂൾവറിനോട് നമ്മുടെ ഡെഡ്പൂള് TVA-15 പറയും. TVA-50 ആണെങ്കിൽ നമ്മുടെ പാരഡോക്സിനെ അറസ്റ്റ് ചെയ്യും. കാരണം എന്ന് പറയുമ്പോൾ ആരോടും പറയാതെ ഈ ടൈം റിപ്പർ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയതിന്. അപ്പം ഇവരോട് പറയും, TVയോട് പറയും വൂൾവറിനെ പഴയ പാസ്റ്റ് മാറ്റാൻ പറ്റുമെന്ന്. അപ്പോൾ അവർ പറയും ഇനിയിപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് നിൻ്റെ യൂണിവേഴ്സ് സേഫായെന്ന് പറയും. അപ്പോൾ അവിടെ ഡെഡ്പൂൾ വേറൊരു കാര്യം പറയും, അവിടെ പെട്ടുപോയ വേറെയും കുറേ പേരുണ്ട് നോയിഡിൽ, അപ്പോൾ അവരെ രക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ TVA പറയും ശ്രമിക്കാം എന്ന് പറയും. ഇതിന് ശേഷം അവർ ഡെഡ്പൂളും വൂൾവറിനും നമ്മുടെ എർത്ത് 008 വന്നിട്ട് ഡെഡ്പൂളിൻ്റെ യൂണിവേഴ്സിൽ തന്നെ നിൽക്കുന്നതാണ്. അങ്ങനെ സിനിമ അവസാനിക്കുന്നത്. പിന്നെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും ഉണ്ട്. അത് നമ്മുടെ
ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് വന്നിട്ടുള്ള ക്രിസ് ഇവാൻസ് പഴയ ഫണ്ടാസ്റ്റിക് ഫോറിൽ എന്താ ഹ്യൂമൻ ടോർച്ചായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ആ ഒരു ക്യാരക്ടറിൻ്റെ അതൊക്കെയാണ്. അത് തുടക്കത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ പോലെ ഒന്നും കൂടെ കാണിച്ച് ഒരു കോമഡി. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു പടം സത്യം പറഞ്ഞാൽ. പിന്നെ പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഇതിനു മുമ്പുള്ള എല്ലാ പടങ്ങളും കണ്ടിരിക്കണം. എന്ന് പറയുമ്പം എക്സ്മാൻ കളക്ഷൻസ് എല്ലാ സിനിമയും നിങ്ങൾ കണ്ടിരിക്കണം. ലോഗൻ, ഡെഡ്പുൾ 2 ഇതൊക്കെ മസ്റ്റ് വാച്ചാണ്. പിന്നെ ലോക്കി സീസൺ 1ഉം 2 എന്ന് പറയുമ്പോൾ ടി വി ആരാന്നറിയാൻ വേണ്ടി ബിഗിനർ ആണെങ്കിൽ മാർവലും പിന്നെ അതുപോലെ തന്നെ ഈ എക്സ്മാനും എല്ലാം കണ്ടിരിക്കണം. മാക്സിമം ഒരു കുട്ടി മാർവൽ ഫാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ആ ഒരു തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ എല്ലാത്തിൻ്റെ. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു.